ഫ്രണ്ട്സ്, മാളൂസ് ഫണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൻ കേക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 മുട്ട പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/3 കപ്പ് ഓഫ് ഷുഗറും. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം 1 പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ട് കൊടുക്കാം. സോൾട്ട് ഇട്ടതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 1/2 കപ്പ് ഓഫ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. മിക്സ് മിക്സ് മിക്സ്. ഇനി നമുക്ക് 1 കപ്പ് ഓഫ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മെല്ലെ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇതേപോലത്തെ അവസ്ഥയിലാവും. കൊഴക്കട്ട പോലെ ആയി ഗൈസ്. നമുക്ക് മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണം കേട്ടോ. കുറച്ച് തിക്ക് അല്ലെങ്കിൽ കുറച്ച് ലൈറ്റും. ഇനി നമുക്ക് ചൂടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൂടേണ്ട സമയം നമുക്ക് നമ്മളെ മാവ് എടുത്തിട്ട് പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ചേ ഇല്ലൂ. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് ചൂടാൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് പൊത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡ് ഒരു ദോശ മാതിരി ഉണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ല. ഇപ്പോഴത്തെ സൈഡ് നല്ല സോഫ്റ്റും നല്ല കറക്റ്റ്. ഈ ഡോറേമോണിലൊക്കെ കണ്ടിട്ടില്ലേ, അത് പാൻ കേക്ക് ആകണമെന്ന് അറിയില്ല, എന്നാലും അതേപോലെ ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് ഗൈസ്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. വെരി നൈസ്. അപ്പോൾ നിങ്ങളിത് വീട്ടിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.